നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനാസ് അമേസിംഗ് വേൾഡ്. രാവിലെ ഞാൻ മുറ്റമൊക്കെ തൂക്കാനായിട്ട് വീടിൻ്റെ ചുറ്റുമുള്ള മുറ്റം തൂത്ത് എന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. കാരണം കുറേ ആയിട്ട് ഞാൻ ഒരു സൈഡിൽ പണി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നെയാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ അകത്ത് ഞാൻ മേളിലും താഴെയും എല്ലാം തൂത്ത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടിറങ്ങിയത്. അപ്പോൾ ഒരു 7:30 ആയിട്ടാണ് ഇപ്പോഴത്തേക്ക് സമയം. നേരത്തെ ഇറങ്ങിയില്ല. കാരണം ഇവിടെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടയേർഡായിട്ട് അകത്ത് തൂത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അവിടുത്തെ പണി തീർത്തിട്ടാണ് പുറത്തിറങ്ങിയത്. പിന്നെ റോഡ് ഞാൻ നേരത്തെ തൂക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സും പിന്നെ ഓഫീസിൽ പോകുന്നവരുടെ തിരക്കും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് സമാധാനമായിട്ട് തൂക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഫ്രണ്ട് വശം അങ്ങ് തൂക്കും, റോഡും തൂക്കും. റോഡ് തൂത്തില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ബൊഗൈൻവില്ലയിൽ നിന്ന് വീഴുന്ന പൂക്കളും എല്ലാം അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ തൂത്ത് ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള മോന് UK-യിലാണ്. അപ്പോൾ മോന് ഇപ്പം ശിവരാത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോവുകയാണ് എന്ന് എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞത് കേട്ടോ. അവരമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്ത് കയറി ഈ ഒരു ഭാഗം മുഴുവൻ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ സൈഡിലേക്ക് പോകാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ജോലി, കാരണം രാവിലത്തെ വെയിലിന് മുന്നേ ഉള്ള ജോലിയെല്ലാം അന്നേരത്തേക്ക് കഴിയും. അപ്പോൾ ഇവിടെ ചെടിയുടെ ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ വെക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. അത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലാണ് എല്ലാം കൊണ്ട് ഇവിടുന്ന് പണിയെല്ലാം കഴിയുമ്പോൾ എല്ലാം കൊണ്ട് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. അവിടെ പിന്നെ അത് അടുക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്യുകയില്ല കേട്ടോ. ഇവിടുന്ന് ടയേർഡായിരിക്കും ആയിട്ടായിരിക്കും അവിടെ കൊണ്ട് എല്ലാം കൂടെ വെക്കുന്നത്. പിന്നെ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും തൂത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചായ കിട്ടി. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഒന്ന് റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് അവിടെ നിന്നാണ് കേട്ടോ. അപ്പം ഈ ഭാഗത്താണ് ഞാൻ വൃത്തിയാക്കാനായിട്ട് വന്നത്. എൻ്റെ ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇതിന് മുന്നേ വൃത്തിയാക്കിയതാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം ഇങ്ങനെ കുളമായിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് കുറേ ആയി കേട്ടോ. അതൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി വലിയ വൃത്തിയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇപ്പോഴത്തെ പുതിയ കരിയിലെല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കി. ഇതിൻ്റെ മണ്ടലെല്ലാം ഞാൻ ഇതിന് മുന്നേ വൃത്തിയാക്കിയതായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. പിന്നെ ഇവിടെ ഒരു കയറ് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എപ്പോഴും അതേ കിടന്നിട്ട് കളിച്ചോണ്ടിരിക്കും. അപ്പോൾ അവളുടെ കടലിൽ അങ്ങനെ ഇത് കുരിഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഞാനതങ്ങ് വെട്ടിക്കളഞ്ഞു. അതെങ്ങനെയാണ് പൊട്ടിപ്പോയെന്നറിയില്ല. അപ്പോൾ ഞാനതിനെ വെട്ടിയെടുത്ത് കളഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇപ്പുറത്തെ സൈഡ് ഒക്കെ എങ്ങനെ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഞാനിത് ചെയ്യേണ്ടതെന്ന്. എങ്ങനെ ഇത് നമുക്ക് മാറ്റി വൃത്തിയാക്കി എടുക്കാം, ഏതെല്ലാം കളയണം, ഇതെല്ലാം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന ആ ചെടിയിലെല്ലാം നിറച്ച് പുതിയ ഇലകളൊക്കെ വന്ന് ഫുള്ള് കരിഞ്ഞു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇപ്പം പുതിയ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ആലോചിച്ച് ഞാനിങ്ങനെ സമാധാനമായിട്ട്, കാരണം കുറേ എല്ലാം കളയാനുള്ളതാണ്. ഹരിതകർമ്മക്കാർ വരുമല്ലോ. അപ്പോൾ അവർ പറയുന്ന ഡേറ്റിൽ നമ്മളിത് കൊടുത്താൽ മതി. അതായത് പഴയ ചെരുപ്പും അങ്ങനെയല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇട്ടിരുന്ന കാരണം മഴ പെയ്തപ്പോഴത്തേക്ക് അതെല്ലാം കുറേ നനഞ്ഞായിരുന്നു. പിന്നെ ഞാനതൊന്ന് ഉണങ്ങാൻ വേണ്ടി അവിടെ ഇട്ടിരുന്നു. ഉണങ്ങിയതിന് ശേഷം എടുത്തു. അപ്പം അടുത്ത മഴയ്ക്ക് പിന്നെ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി. അതെല്ലാം 2 കവറുകളിലാക്കി മാറ്റി കേട്ടോ. കുറേ എല്ലാം പ്ലാസ്റ്റിക് കവറുകളുണ്ടായിരുന്നു. ചെടി കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു കറുത്ത പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ചുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്ലാസ്റ്റിക് കൂടുകളുണ്ടായിരുന്നു. പിന്നെ ഈ ചെരുപ്പുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതും എല്ലാം എടുത്ത് മാറ്റി ഒരു കവറിനകത്താക്കി. പിന്നെ കുറച്ച് ചെടികളുടെ ഇതെല്ലാം അതിൻ്റെ എല്ലാം ഓരോ കമ്പി കെട്ടാനായിട്ടുള്ളതും ഓരോ വയർ അതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇതിനൊക്കെ കെട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഞാനൊരു കുഞ്ഞു പാത്രങ്ങളിലാക്കി അതും മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ എല്ലാം നടുക്ക് കുഞ്ഞുണ്ട്. നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നതോറും അത് പിന്നെ അതിനകത്തോട്ട് തന്നെ കയറിപ്പോവും. പിന്നെ പൊക്കിയെടുത്ത് ഞാൻ മാറ്റി ഇപ്പുറത്തോട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചാടി വാഴയുടെ മണ്ടയിൽ കയറി. ശരിക്കും ഞാനിങ്ങനെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിന് ഓടിക്കളിക്കാൻ കിട്ടുന്ന ഒരു സമയം പോലെയാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ പൂച്ചകളൊന്നും വന്ന് അവളെ ഉപദ്രവിക്കത്തില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഇതുവഴി എല്ലാം പറന്ന് നടക്കും അവളെ. പിന്നെ ഈ ഒരു
റിങ്ങിനകത്ത് ഞാൻ കുറേ ചാക്കുകളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല. അതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അതിനകത്തൊരു കൊക്കോപിറ്റ് പുതിയത് ഇരിക്കുന്നത്. അത് അത് ബൾജായിട്ടുണ്ട്. അതറിയാതെ ഞാൻ പിന്നെയും പുതിയത് മേടിച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാക്കെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് അതിനകത്ത് ഇതിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇവിടെ വൃത്തിയാക്കുന്നതാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോ. ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും വൃത്തിയാക്കി. പിന്നെ ഇത് 2 കവറിലാക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ അവർ വരുമ്പം വേണം അത് കൊടുക്കാൻ. ഇത്രയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേതൊക്കെ എനിക്ക് മണ്ണാണേ, അതിനിപ്പം വേറെ ചട്ടിയിലൊക്കെ ആക്കാനേ പറ്റുള്ളൂ. പിന്നെ ഈ സൈഡിൽ അവിടെയൊക്കെ നേരത്തെ വൃത്തിയാക്കി അതൊന്നും കൂടെ എല്ലാം ഒന്ന് തൂത്ത് മൊത്തം നല്ല ഭംഗിയാക്കി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഒത്തിരിയായിട്ട് മാറ്റി വെച്ചിരുന്നൊരു ജോലിയല്ലേ. പിന്നെ ഇത് അടുക്കളയുടെ ബാക്കിലാണ്. ഇവിടെ ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അത് അവിടെയും കൂടെ ഒന്ന് തൂത്തെടുത്തു. പിന്നെ ഈ ബാസ്ക്കറ്റിനകത്താണ് ഞാൻ കവറുകളെല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ഹരിതകർമ്മക്കാർ വരുമ്പോൾ ആ ബാസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരതിനകത്തുനിന്ന് എടുത്തിട്ട് പൊക്കോളും. അപ്പോൾ അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങളതെല്ലാം വലിച്ച് അവിടെ എല്ലാം നശിപ്പിച്ചിടും. ചിലപ്പോൾ ഈ ബാസ്ക്കറ്റ് തന്നെ മറിച്ച് താഴെ ഇട്ടിട്ട് ഇതുങ്ങളതെല്ലാം അവിടെ വലിച്ചിട്ടേക്കും കിട്ടാം. പിന്നെ എല്ലാം കഴിഞ്ഞു. ഞാൻ കയ്യും കാലും മുഖമൊക്കെ കഴിയതിന് ശേഷം പിന്നെ അകത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അച്ഛനും വിനോദനൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാം വീടിൻ്റെ അകമെല്ലാം തുടച്ചത്. കാരണം രാവിലെ തൂത്തിട്ടിട്ട് പോയേണ്ട എളുപ്പമുണ്ടായിരുന്നു. പിന്നെ എല്ലാം തുടച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.